ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തി സൗദി അറേബ്യ. താൽക്കാലികമായാണ് നടപടി. ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ പകുതി വരെ നിയന്ത്രണം തുടരുമെന്നാണ് അനൌദ്യോഗിക വിവരം. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം നിരോധന പട്ടികയിലുണ്ട്. ബിസിനസ് വിസ, കുടുംബ സന്ദർശക വിസ എന്നിവയെല്ലാം സൗദി അറേബ്യ നിർത്തിവച്ചിരിക്കുകയാണ്. ഉംറ തീർത്ഥാടനത്തിന് ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും സൗദിയിലെത്താറുള്ളത്. ഉംറ വിസയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഹജ്ജിന് 20 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കാറുണ്ട്. ഇതിനു പുറമെ അനധികൃതമായി ഹജ്ജിന് ആളുകൾ എത്തിയാൽ കാര്യങ്ങൾ നിയന്ത്രണാതീതമാകും. മറ്റു വിസകളിലെത്തി ഹജ്ജിന് ശ്രമിക്കുന്നവർക്കെതിരെയും നടപടികളുണ്ടാകും. ഉംറ വിസയ്ക്കും വിസിറ്റിംഗ് വിസയ്ക്കും സൗദിയിലെത്തിയ ശേഷം മടങ്ങാതെ സൗദിയിൽ തന്നെ തുടരുകയും ഹജ്ജ് വേളയിൽ കർമ്മങ്ങൾക്കായി എത്തുകയും ചെയ്യുന്നത് മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊഴിവാക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി. ഹജ്ജിന്റെ മുന്നോടിയായി ഉംറ നടപടികൾ നിർത്തിവെക്കാൻ പോവുകയാണ്. ഈ മാസം 28-ന് മുൻപ് സൗദിയിൽ നിന്ന് എല്ലാ വിദേശ ഉംറ തീർത്ഥാടകരും പുറത്തു പോകണമെന്നാണ് നിർദ്ദേശം. വിസ നിയന്ത്രണം ശക്തമായി നടപ്പാക്കാൻ സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശം നൽകി. ഹജ്ജ് വേളയിൽ സൗദി അറേബ്യയുടെ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം നിർത്തിവെക്കും. എല്ലാ വകുപ്പുകളും ഹജ്ജ് സുഗമമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്യുക. ഹജ്ജ് സേവനങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലെ വോളണ്ടിയർമാരെയും സൗദി അറേബ്യ തേടാറുണ്ട്. വിസിറ്റിംഗ് വിസകളും ഉംറ വിസകളും സൗദി അറേബ്യ ഏപ്രിൽ 13 വരെ മാത്രമേ അനുവദിക്കൂ. അതിനുശേഷമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച നിരോധനം നിലവിൽ വരിക. നിരോധനം ഏർപ്പെടുത്തിയ 13 രാജ്യങ്ങളുടെ പേരുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു രാജ്യം ഏതാണെന്നത് അവ്യക്തമാണ്. വൈകാതെ ഇത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 ഹജ്ജ് സീസണിൽ 1000-ലധികം പേരാണ് മരിച്ചത്. അമിതമായ ചൂടും പരിധി വിട്ട് തീർത്ഥാടകരെത്തിയതുമാണ് ഇതിന് കാരണമായി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ഹജ്ജ് ചെയ്യുന്നവരെ തടയാനാണ് പുതിയ തീരുമാനം.